നമസ്തേ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഇതിനായി 18ഓളം ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടെ നിർദ്ദേശിക്കുന്ന മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ റിപ്പോർട്ടാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത്. പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സ്വീകാര്യമോ? നമുക്ക് പരിശോധിക്കാം. BJP വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇടത് നിരീക്ഷകൻ ഡോക്ടർ B ജയരാജ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റത്തവണയായി നടത്തുകയും 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാക്കുകയും ചെയ്യുന്ന ആശയമാണ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. 18ഓളം ഭരണഘടനാ ഭേദഗതികൾ പുതിയ പരിഷ്കാരത്തിന് അത്യന്താപേക്ഷിതമാണ്. ലോക്സഭയുടെ കാലാവധി നിശ്ചയിക്കുന്ന ഭരണഘടന അനുച്ഛേദം 83-ൻ്റെയും നിയമസഭകളുടെ കാലാവധി പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 172-ഉം ഭേദഗതി ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഭരണഘടനാ ഭേദഗതിക്കായുള്ള വിജ്ഞാപനം രാഷ്ട്രപതി പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശവും കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നു. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്താൻ സംസ്ഥാന നിയമസഭയുടെ അംഗീകാരം ആവശ്യമില്ല. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഒറ്റത്തവണ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടപ്പാക്കുന്നതിന് പകുതിയോളം സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമുണ്ട്. തെരഞ്ഞെടുപ്പിനുണ്ടാകുന്ന വൻതോതിലുള്ള ചെലവ് നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. മറ്റ് എന്തൊക്കെ ഉദ്ദേശങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു പരിഷ്കാരത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്? അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ നാട്ടിൽ എല്ലാ സമയത്തും തെരഞ്ഞെടുപ്പാണ്, എല്ലാ വർഷവും തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, 2020 ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ്, ബീഹാറിൽ തെരഞ്ഞെടുപ്പ്, 2021 കേരളം, ബംഗാൾ, തമിഴ്നാട്, അങ്ങനെ ആസാം, കുറേ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ്. 2022 വന്നപ്പോൾ ഉത്തർപ്രദേശിൽ, ഗുജറാത്തിൽ, ഹിമാചൽ പ്രദേശിലൊക്കെ തെരഞ്ഞെടുപ്പ്. 23 വന്നപ്പോൾ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലുങ്കാന തെരഞ്ഞെടുപ്പ്. 24 വന്നപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കൂടെ ചില അസംബ്ലികളിലും തെരഞ്ഞെടുപ്പ്. ഇനി 25 ആയാലോ? 25 ആയാൽ ഡൽഹിയിൽ ഇലക്ഷൻ വരും, ബീഹാറിൽ ഇലക്ഷൻ വരും, ഇങ്ങനെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചില സ്ഥലത്ത് ഇലക്ഷൻ വരും. ഇപ്പോൾ നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 3 മാസം മുന്നേ 4 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ. ഇപ്പോൾ അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 24 ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ. നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പാണ് എല്ലാ വർഷവും നടക്കുന്നത്. ഈ എല്ലാ വർഷവും എല്ലാ സമയത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണ്? സർക്കാരിന് നയപരമായ തീരുമാനം എടുക്കാൻ പറ്റില്ല, കാരണം ചട്ടങ്ങൾ എതിരാവും. സർക്കാരിന് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, ചട്ടങ്ങൾ എതിരാവും. ഇതുമൂലം സാധാരണക്കാരനുണ്ടാവുന്ന ബുദ്ധിമുട്ട്. പിന്നെ ചെലവ്. 6 പൈസയാണ് ഒരു വോട്ടർക്ക് 1951 തെരഞ്ഞെടുപ്പിൽ ചെലവായത്. 6 പൈസ. ഇന്ന് ഒരു വോട്ടർക്ക് ചെലവാകുന്നത് 46 രൂപയാണ്. 46 രൂപയാണ് ഒരു വോട്ടർക്ക് ചെലവാകുന്നത്. എത്ര കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് നമുക്ക് വരുന്നത്? ഒന്നത്. 2, നമ്മൾ 70 വർഷമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രാജ്യമാണ്. 70 വർഷമായി നമ്മുടെ ഭരണഘടനയ്ക്ക് കീഴിൽ തെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന 74 വർഷമായി. നമ്മളേത് ഒരു പക്വമായ ഡെമോക്രസിയാണ്, പക്വമായ ജനാധിപത്യമാണ്, മെച്യൂർ ഡെമോക്രസിയാണ്. ലോക്സഭയിലേക്ക് എങ്ങനെ വോട്ട് ചെയ്യണം, നിയമസഭയിലേക്ക് എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് നമ്മുടെ വോട്ടർമാർക്ക് അറിയാം. ഞാൻ ഉദാഹരണം പറയാം. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ 2018 നവംബർ BJP 3 സ്ഥലത്തും തോറ്റു. എന്നാൽ
2019 ഏപ്രിൽ ആയപ്പോൾ അവിടുത്തെ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്തു. കേരളം 2019 UDF 19 സീറ്റ്, 2021 LDF വീണ്ടും അധികാരത്തിൽ വരുന്നു വർദ്ധിച്ച ഭൂരിപക്ഷത്തോട് കൂടിയിട്ട്. ഡൽഹി 2019 BJPക്ക് 7 സീറ്റ്, 2020 അവിടെ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു, അവർക്ക് വൻ ഭൂരിപക്ഷം കിട്ടുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ലോക്സഭയിലേക്ക് ആര് പോകണം, നിയമസഭയിലേക്ക് ആര് പോകണം, പഞ്ചായത്തിലേക്ക് ആര് പോകണം, ഏത് പാർട്ടി പഞ്ചായത്ത് ഭരിച്ചാൽ നന്നാവും, ഏത് പാർട്ടി കേന്ദ്രം ഭരിച്ചാൽ നന്നാവും, ഏത് പാർട്ടി സംസ്ഥാനം ഭരിച്ചാൽ നന്നാവും, അവർക്കറിയാം. അപ്പം നമുക്ക് ചെലവ് നിയന്ത്രിക്കണം. പിന്നെ ഇത് മൂലമുണ്ടാവുന്ന ബുദ്ധിമുട്ട്, പണ്ട് നമ്മുടെ പട്ടാളത്തിനും CRPF-നും 1950-കളിലോ 60-കളിലൊന്നും തെരഞ്ഞെടുപ്പിൽ വലിയ റോളൊന്നുമില്ല, അവർ ബാരാക്സിനകത്തായിരിക്കും. പക്ഷേ ഇന്ന് സെക്യൂരിറ്റി ഫോഴ്സസ് മുഴുവൻ ഓൺ ദി മൂവാണ്. ഒരു സ്ഥലത്ത് നിന്നോ യാത്ര ആരംഭിച്ച് അവരെല്ലാ സംസ്ഥാനങ്ങളിലും പോയി സുരക്ഷ ഒരുക്കണം. കാരണം രാജ്യത്ത് തീവ്രവാദി അക്രമങ്ങളുടെ പശ്ചാത്തലം, മറ്റു പല പ്രശ്നങ്ങളും, നമ്മുടെ രാജ്യം ഒരുപാട് എന്താ പറയുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടത് കൊണ്ട് സുരക്ഷാ സേനയുടെ നീക്കം ഒരു വലിയ വിഷയമാണ്. ഇങ്ങനെ ഒരു വലിയ എക്സസൈസാണ്. എലക്ഷൻ എന്ന് പറഞ്ഞാൽ പഴയ പോലെ 50-കളിലെ 60-കളിലെ പോലെയല്ല. ഇത് ഒരു രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ഒരുപാട് പൈസ ചെലവാക്കി, ഒരുപാട് മനുഷ്യ എന്താ പറയുക അധ്വാനം വേണ്ടി വരുന്ന ഒരു പരിപാടി, സാമ്പത്തികമായി വലിയ ബാധ്യത. ഇനി ഞാൻ വേറൊന്ന് പറയാം. അന്യ സംസ്ഥാന തൊഴിലാളികൾ, ഇപ്പോൾ ബംഗാൾ, ജാർഖണ്ഡ് ഇങ്ങനെ സംസ്ഥാനങ്ങൾ, ഒറീസ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ രാജ്യം മുഴുവൻ ജോലി ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ജാർഖണ്ഡിൽ ഇലക്ഷനാണ്. കഴിഞ്ഞ ഏപ്രിലിൽ ഈ അന്യസംസ്ഥാന ജാർഖണ്ഡിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ ബോംബെയിലും ഡൽഹിയിലും കേരളത്തിലൊക്കെ ജോലിക്ക് വന്നവൻ പോയി വോട്ട് ചെയ്ത് വന്നതാണ്. ഇനി അവൻ രണ്ടാമതും പോകണം. അവൻ്റെ ഒരു വർഷത്തെ സമ്പാദ്യം അതോടുകൂടി തീരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അടിക്കടിക്ക് വരുന്ന ഇലക്ഷൻ. അപ്പം അതുകൊണ്ട് ഒരു പക്വമായ ജനാധിപത്യത്തിൽ നമ്മൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി കൃത്യമായി ചെലവ് ചുരുക്കി ഭംഗിയായി ചെയ്യാൻ സാധിക്കണം. അപ്പം അതുകൊണ്ടാണ്, ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകിച്ച് ഗുണമോ പ്രത്യേകിച്ച് ദോഷം ഉണ്ടാവാൻ പോകുന്നില്ല. ഗുണം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവർക്കും ഗുണം ഉണ്ടാവും, ദോഷം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവർക്കും ദോഷം ഉണ്ടാവും. പക്ഷെ ഒന്നുറപ്പാണ്, രാജ്യത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറയും, രാജ്യത്തിൻ്റെ ഖജനാവിന് ക്ഷീണം കുറയും. അപ്പം അതുകൊണ്ട് ഒരു എന്താ പറയുക ഡിസിപ്ലിൻഡ് ഡെമോക്രസി എന്ന നിലയിൽ, സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നവരെന്ന നിലയിൽ, ദൂർത്തും അനാവശ്യ ചെലവ് ഒഴിവാക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ അച്ചടക്കത്തോടു കൂടി കുറച്ചും കൂടി ഡിസിപ്ലിനായി പല വിദേശ രാജ്യത്തും നടക്കുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് വോട്ട് ചെയ്യാം, ഒരുമിച്ച് ഇലക്ഷൻ നടത്താം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ നോക്ക്, ഇപ്പോൾ പഴയ പോലെ ഹങ് അസംബ്ലികളുണ്ട് എവിടെയെങ്കിലും? എവിടെയില്ല ഹങ് അസംബ്ലി. എന്തുകൊണ്ടാണ്? ജനങ്ങൾ പക്വമതികളായി കഴിഞ്ഞു, മെച്ചുവറായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഹങ് അസംബ്ലി ഉണ്ടാവാത്തത്. ഹങ് അസംബ്ലി ഉണ്ടാവുമെന്ന് പറഞ്ഞ സ്ഥലത്ത് പോലും ഹങ് അസംബ്ലി ഉണ്ടാവുന്നില്ല. കൃത്യമായ മാൻഡേറ്റ് കൊടുക്കുന്നുണ്ട് ജനങ്ങൾ. അപ്പം അതുകൊണ്ട് ഇടക്കാല തെരഞ്ഞെടുപ്പുകളൊന്നും ഇപ്പം ഇല്ല. പഴയ പോലെ പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും. ഇപ്പം അതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കൃത്യമായി ചെലവ് ചുരുക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ സുരക്ഷാ സേനയുടെ എന്താ പറയുക ബാധ്യതകളും ഭാരവും കുറയ്ക്കുന്ന രീതിയിൽ നമുക്ക് തെരഞ്ഞെടുപ്പിനെ നടത്താം. അതുകൊണ്ട് രാജ്യത്തിന് ഗുണമേ ഉള്ളൂ, ജനങ്ങൾക്ക് ഗുണമേ ഉള്ളൂ, അന്തിമമായി ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഗുണമേ ഉള്ളൂ. യെസ്, ഡോക്ടർ ജയരാജ്, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ഇതിൻ്റെ മെറിറ്റ്സാണ് വിശദീകരിച്ചത്. ഇടതുപക്ഷം കാണുന്ന ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്? നോക്കൂ, BJP മറ്റൊരു സുപ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടി പാലിക്കുകയാണ്. രാജ്യത്തിൻ്റെ വികസനത്തിനേറെ ഗുണം ചെയ്യുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷം ഈ ഒരു നിർദ്ദേശത്തെ, ഈ ഒരു പരിഷ്കാരത്തെ കണ്ണടച്ച് തീർക്കുന്നു? ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയത്, ആരംഭിച്ചത് ഏതാണ്ട് ഇന്നേക്ക് 11 വർഷം മുമ്പാണ്. അന്ന് നരേന്ദ്രമോദി എനിക്ക് തോന്നുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് തോന്നുന്നു. 11 വർഷമായിട്ട് ഇത് ചർച്ച ചെയ്ത് ആ സമയത്ത് തൊട്ടേ ഇത്തരം ചർച്ചകളുണ്ട്. ഈ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനം എന്താണ്? രാജ്യത്തൊരു ഫെഡറൽ സംവിധാനമുണ്ട്. ഫെഡറൽ സംവിധാനമാണോ ക്വാസി ഫെഡറൽ സംവിധാനമാണോ എന്നൊക്കെ ഉള്ളത് നിൽക്കട്ടെ. പക്ഷേ ഇപ്പോഴേ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ശരിക്കും ഇതൊരു പൊളിറ്റിക്കൽ അയവാഷാണ്. കാര്യം ഇത് നടപ്പിലാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നേരത്തെ ഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് പോലും നടപ്പിലാക്കാൻ പറ്റാത്തൊരു കാര്യം എങ്ങനെയാണ് ഇപ്പോൾ സാധിക്കുക എന്നുള്ളതും, അതുപോലെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് 18 മുതൽ 36 വരെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് നടത്തണം. അതുപോലെ പകുതിയോളം സംസ്ഥാനങ്ങളുടെ പിന്തുണ ഇതിന് വേണം. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്.
ഇത് രണ്ടും എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പം വൺ കൺട്രി വൺ റിലീജിയൻ എന്ന് പറഞ്ഞിട്ടൊരു പോളിസി കൊണ്ടുവന്നാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം BJP ആണ് ഭരിക്കുന്നത്. കാരണം ഒരു മതം മതി. നമ്മുടെ ബഹുസ്വരതയും ഡെമോക്രാറ്റിക് പ്ലൂറലിസം എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായ ജനാധിപത്യത്തിൻ്റെ സങ്കല്പങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ടിട്ടുള്ള എല്ലാം ഒരേ നൂലിൽ കോർത്ത പോലെ ഇരിക്കണമെങ്കിലും അതിനകത്ത് പല വർണ്ണങ്ങളുള്ള മുത്തുകളാകുമ്പോഴാണ് അതിനൊരു ഭംഗി. അതാണ് ഇന്ത്യയുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ആ ഡൈവേഴ്സിഫിക്കേഷനെ മുഴുവൻ തകർത്തുകൊണ്ട് ഒരു സിംഗുലർ, അതായത് ഒരു ഏകാധിപത്യം, നേരത്തെ പറഞ്ഞല്ലോ അച്ചടക്കം, സാമ്പത്തിക അച്ചടക്കം, എല്ലാം അച്ചടക്കത്തിൻ്റെ രീതിയിൽ സാമ്പത്തിക അച്ചടക്കം, ക്രമസമാധാന അച്ചടക്കം, പിന്നെ രാജ്യത്തിൻ്റെ അച്ചടക്കം, സ്വേച്ഛാധിപത്യം ഇസ് ഈക്വൽ ടു, അതാണ് ഒരു ഫാസിസ്റ്റ് സ്റ്റേറ്റ്, ഒരു മേക്കിംഗ് ഫാസിസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളതാണ് അതാണ് വി ആർ മൂവിങ് ടുവേർഡ്സ് ദാറ്റ്. പക്ഷേ എന്തായാലും ഭാഗ്യത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വൻ തിരിച്ചടി ഉണ്ടായത് കാരണം ഇത്തരത്തിലുള്ള പല പരിഷ്കാരങ്ങളും എടുത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇലക്ഷൻ സമയത്ത് ഒരു പൊളിറ്റിക്കൽ ഐവാഷിന് വേണ്ടിയിട്ട് ഇതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇതല്ലാതെ എന്താണ് പറയുന്നത്, ഇതൊരു ഒരു ജുംല, നമ്മൾ സാധാരണ പറയത്തില്ലേ, രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നതാണ് പോലെ ഒരു ജുംലയാണിത്. മോഡി അമിത്ഷാ ജുംലയായിട്ട് ഇത് തീരും എന്നുള്ളത് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നത്, സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലെ തന്നെ എത്ര ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒറ്റ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിൽ മാത്രമാണ്. അവിടെ തന്നെ മുറിച്ചാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളെ ഇപ്പോൾ 100 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഒറ്റയടിക്കാണ് നടത്തുന്നത്? ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി മരിച്ചു, അപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് വേണ്ടേ? അതുപോലെ തന്നെ ഒരാൾ ഡിസ്ട്രാക്ട് ചെയ്യുക, ഒരാൾ കൂറുമാറി, തിരഞ്ഞെടുപ്പ് വേണ്ടേ? കുറേ നാളുകളായിട്ട് നമ്മൾ റിസോർട്ട് പൊളിറ്റിക്സിലാണല്ലോ. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഈ മെച്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് റിസോർട്ട് പൊളിറ്റിക്സിലാണ്. രാഷ്ട്രീയ പാർട്ടികൾ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ആളുകളെല്ലാം റിസോർട്ടിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ എടുത്ത് ചാടി മാറി വേറൊരു കക്ഷിയിലേക്ക് തീരും. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പക്വതയായിട്ട് ഈ അടുത്ത കുറേ കാലങ്ങളായിട്ട് കണ്ടുവരുന്നത്. അവരെ പണം കൊടുത്ത് മേടിക്കുക, അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യുക. ഈ മറ്റു രാജ്യങ്ങളെ കണ്ടുപിടിക്കുന്നെങ്കിൽ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യട്ടെ, ബാലറ്റ് പേപ്പറിലാക്കട്ടെ. ഈ മെഷീൻ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടുന്ന ഒരവസ്ഥ അവിടെ വരുന്നില്ലല്ലോ. അതൊന്നും ചെയ്യാതെ, പരിഷ്കരണങ്ങളൊന്നും നടപ്പാക്കാതെ ഏക തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത്, ഏകരാജ്യം നല്ലതാണ്, പക്ഷേ ബഹുസ്വരത എന്ന് പറയുന്ന ഒരു സാധനത്തിനെ സംരക്ഷിച്ചുകൊണ്ട് വേണം, ഓരോ എത്നിക് കൾച്ചറിനെയും സംരക്ഷിച്ചുകൊണ്ട് വേണം, ഓരോ പ്രാദേശികതയും സംരക്ഷിച്ചുകൊണ്ട് വേണം ഏത് നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് വലിയ അപകടത്തിലേക്ക് ചെന്ന് സാധിക്കും. സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള പോക്കാണെന്ന് കാണുമ്പോഴേ നമുക്കറിയാം. ഓരോ മൂവും ഇറ്റ് ഈസ് ഗോയിങ് ടുവേർഡ്സ് എ ഡിക്റ്ററ്റോറിയൽ സിസ്റ്റം. ഇതൊരു ജനാധിപത്യത്തിൻ്റെ മുഴുവൻ സൗന്ദര്യത്തിനെ എടുത്തു കളയുന്ന, സൗന്ദര്യം മാത്രമല്ല ജനാധിപത്യത്തിൻ്റെ ഒരു പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്ന ഒരു രീതിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇടതുപക്ഷം നഖശികാന്തം എതിർക്കുന്നത്. ഇടതുപക്ഷം എന്നല്ല, ജനാധിപത്യവാദികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നിപ്പുണ്ടല്ലോ BJPയുടെ കൂടെ. അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ വിമർശിക്കാതെ ചെലവ് ചുരുക്കാനെങ്കിലും ഈ ചെലവ് ചുരുക്കുന്നത് എങ്ങനെയാണ് ചെലവ് ചുരുക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് നല്ലൊരു കാര്യമല്ലേ? സഹസ്ര കോടികളല്ലേ ചെലവ് ചുരുക്കുന്ന ഒരു കാര്യം ചെയ്താൽ മതി. കോർപ്പറേറ്റുകൾക്കുള്ള ലോണുകളെ കുറച്ചാൽ മതി. ബാങ്കുകളിൽ നിന്നൊക്കെ 30,000-40,000 കോടിയൊക്കെ ചെലവ് ചുരുക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ ക്രോണിക് ക്യാപിറ്റലിസം അവസാനിപ്പിച്ചാൽ മതി. അവർക്ക് ബാങ്കുകളിൽ നിന്നുള്ള പൈസ അനാവശ്യമായിട്ട് എടുത്ത് കൊടുക്കാതിരുന്നാൽ മതി. 40,000-50,000 കോടിയൊന്നും ഒരു ബോണ്ടും ഇല്ലാതെ എടുത്ത് കൊടുക്കുന്ന പരിപാടി അങ്ങ് അവസാനിപ്പിച്ചാൽ തന്നെ നമുക്ക് ചെലവ് ചുരുക്കാം ധാരാളത്തിൽ. അതിനിപ്പോൾ ഇലക്ട്രൽ ഇതുകൊണ്ട് 46 രൂപ എന്ന് പറയുന്ന കണക്കൊക്കെ നമ്മളിവിടെ കേട്ടു. അതിനേക്കാൾ എത്രയോ ശതകോടി കണക്കിന് പൈസയാണ് യുവമാർക്ക് കൊടുക്കുന്നത്. ഈ കോർപ്പറേറ്റുകൾക്ക് വെറുതെ എഴുതിത്തള്ളുന്നത്, കോർപ്പറേറ്റുകളുടെ ടാക്സുകൾ എഴുതിത്തള്ളുന്നത്. അതൊക്കെ തിരിച്ചു പിടിക്കട്ടെ, അല്ലെങ്കിൽ അതെല്ലാം തിരിച്ചു കൊണ്ടുവരട്ടെ. അത് ആ സംവിധാനമൊക്കെ നിർത്തട്ടെ. എന്നിട്ട് മതി നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തന്നെ. കാരണം ഇത് ചെലവ് ചുരുക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആംഗിളിലല്ല ഇതിനെ കാണേണ്ടത്. ഇത് ഭീകരമായൊരു സത്വം നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഡെമോക്രസീസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. എന്തായാലും ഒരു ആശ്വാസം ഉണ്ടായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനാണ്. ആ ഒരു ആശ്വാസം കൂടി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ആളുകളെ പട്ടിണിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ, അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ, ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ, ആരോഗ്യ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാനൊക്കെയുള്ള ഒരു പൊളിറ്റിക്കൽ ഐവാഷാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മോഡി അമിത്ഷാ ജുംല ആണ് എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത്. സേനാപതി വേണു, തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കുന്ന ഭീമമായ തുക ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണമില്ല. അതാണ് ഡോക്ടറുടെ പക്ഷം. ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ല.
അല്ലേ? രാജ്യത്തിന് ഒരു ഗുണവുമില്ല. യെസ്, അതാണ് ഡോക്ടർ ജയരാജൻ്റെ പക്ഷം. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സഹസ്ര കോടികളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അത് പാവങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നത് തടയാൻ ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കും. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ സങ്കീർണതകൾ അത് ഒഴിവാകുന്നു. രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഗതിവേഗം കൂട്ടാൻ ഉപകരിക്കുന്നു. രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടുതൽ പങ്കാളിത്തം, ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പിക്കാനും ഒരു ഒറ്റ തെരഞ്ഞെടുപ്പ് വന്നാൽ സാധ്യമാവും. എന്തുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഈ ഒരു നിർദ്ദേശത്തെ, ഈ ഒരു പരിഷ്കാരത്തെ വിമർശിക്കുന്നു, എതിർക്കുന്നു? ശ്രീ അനിൽ, ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അത് വർത്തമാനകാല സാഹചര്യത്തിൽ സാധ്യമായ ഒരു കാര്യമല്ല. പിന്നെ ഒരു ഡിബേറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയോ നമുക്കൊരു ചർച്ച നടത്താം എന്നുള്ളതാണ്. ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി എൻ്റെ ബഹുമാന്യായ സ്നേഹിതൻ സാറ് ശ്രീ പത്മനാഭൻ സാറും അങ്ങും സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് ചെലവ്, ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് ചെലവ് എന്ന് പറയുന്നത് നമ്പ്യാരുടെ ഒരു അനിവാര്യമായ ഘടകമാണ്. ഞാൻ അങ്ങയോട് ഒരു പഴയ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ്. 1951 ഒന്നാം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡോക്ടർ സുകുമാർ സെന്നിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അന്ന് ഇന്ത്യയുടെ കരസേനയുടെ അധിപൻ KM കരിയപ്പയാണ്. അപ്പൊ കരിയപ്പ അന്ന് നെഹ്റുവിനോട് പറഞ്ഞത്, എന്തിനാ ഇപ്പൊ നമ്മളൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോകുന്നത്? രാജ്യം വിഭജനം കഴിഞ്ഞു നിൽക്കുന്നു, അഭയാർത്ഥികളുടെ പ്രഭാവം, ഇതൊന്നും രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല, വലിയ പട്ടിണി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി അതിന്റെ ചെലവ് കൂടി വഹിക്കേണ്ടതുണ്ടോ എന്ന് കരിയപ്പ ചോദിക്കുമ്പോൾ നെഹ്റുവിന്റെ മറുപടി എന്താണെന്നറിയോ? ഒരു രാജ്യം ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ജനഹിതം അതാണ് പരീക്ഷിക്കപ്പെടേണ്ടത്. ആ ജനഹിതത്തിന് തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. ആ ജനഹിതം നടപ്പിലാക്കണമെങ്കിൽ നിഷ്പക്ഷവും നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് വേണം. എന്ന് പറഞ്ഞാൽ രാജ്യം വലിയ പട്ടിണിയിലും കൊടിയ ദാരിദ്ര്യത്തിലും അഭയാർത്ഥി പ്രവാഹത്തിലും വീർപ്പുമുട്ടുന്ന കാലഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപം കൊടുത്ത ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 17 കോടി ആളുകളെ വോട്ടർ പട്ടികയിൽ എൻറോൾ ചെയ്ത് ആദ്യത്തെ വോട്ടർ ശ്യാം ചരൺ നെഗി 1951 ഒക്ടോബർ മാസം 7-ാം തീയതി ഹിമാചൽ പ്രദേശിലെ കുളു മനാലിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് പോയി ആ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ 1-2 ആളുകൾ വോട്ട് ചെയ്യാൻ ബാലറ്റ് പെട്ടിയുമായി ഉദ്യോഗസ്ഥർ പോയ 1951 തെരഞ്ഞെടുപ്പ് മുതൽ തെരഞ്ഞെടുപ്പിന്റെ ചെലവ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു വിഷയമല്ല. തെരഞ്ഞെടുപ്പിന് ചെലവുണ്ടാകും. തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കാനാണെങ്കിൽ വേണമെങ്കിൽ 5 കൊല്ലത്തെ കാലാവധി നമുക്ക് 10 കൊല്ലമാക്കാവുന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെ ആക്കിയില്ലല്ലോ. രാജ്യം 75, 76 കൊല്ലക്കാലം ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നുപോകും. ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ചെലവുകളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ജനാധിപത്യത്തിന്റെ ഒരു നെസസറി ഇവിൾ എന്ന് കൂട്ടിയാച്ചാൽ മതി. അതല്ലാതെ അതാണ് ആ കാര്യത്തെക്കുറിച്ച്. 2, രാജ്യത്ത് വിവിധ തെരഞ്ഞെടുപ്പുകൾ. ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ജമ്മു ആൻഡ് കശ്മീരിലെ 24 അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ബാലറ്റ് പെട്ടിയുമായി ഉദ്യോഗസ്ഥന്മാർ, ഞാൻ കശ്മീരിൽ ജോലി ചെയ്തൊരു മുൻ സൈനികനായതുകൊണ്ട് എനിക്കറിയാം, പല പ്രദേശത്തു നിന്നും ഇവര് ചിലപ്പം നേരം വെളുക്കുമ്പോഴത്തേക്ക് എത്തുള്ളൂ, ചിലപ്പോൾ പോരാൻ പറ്റത്തില്ല, കാരണം ഈ ഇപ്പോഴത്തെ ക്രമസമാധാന തകർച്ച. അപ്പൊ ഞാൻ പറഞ്ഞത്, അവര് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഈ വോട്ടർ പെട്ടിയുമായി അവര് ഇപ്പോ ബേസ് സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ ചർച്ച നടക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനത്താണ് പെരുമാറ്റച്ചട്ടോ എവിടെയെങ്കിലും പ്രശ്നം എവിടെയുണ്ടോ? ഇല്ലല്ലോ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരിക്കൽ ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പറഞ്ഞ ഇന്ത്യയിലെ കാലാവസ്ഥ പോലെയാണ്. അസാമിൽ മഴ പെയ്യുമ്പോൾ കേരളത്തിൽ കൊടിയ ചൂടാണ്, കേരളത്തിൽ കൊടിയ തണുപ്പ്, കേരളത്തിൽ കൊടിയ മഴയായിരിക്കുമ്പോൾ രാജസ്ഥാനിൽ മനുഷ്യൻ ചൂടുകൊണ്ട് ചുട്ടുകൊള്ളുകയാണ്. അങ്ങനെ വൈവിധ്യമാർന്ന കാലാവസ്ഥ പോലെ തന്നെയാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. അത് ഓരോ ഘട്ടത്തിലും ഓരോ സംസ്ഥാനത്തും നടക്കുന്നു. അതിന് അനിവാര്യമായ ചെലവുകൾ ആ പ്രക്രിയ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെലവിന്റെ കാര്യവും അല്ലെങ്കിൽ പല ഘട്ടത്തിൽ പെരുമാറ്റച്ചട്ടങ്ങൾ വേണം എന്നൊക്കെ പറയുന്നത് ഇത് മറ്റു ചില ഉദ്ദേശമാണ്. ഞാൻ ശ്രീ ജയരാജ് സാർ പറഞ്ഞ മാനദണ്ഡമാക്കണ്ട. ഇനി രണ്ട് അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിക്കാം. 52 തെരഞ്ഞെടുപ്പും 57 തെരഞ്ഞെടുപ്പും 62 67 തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വിധാനസഭാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടന്നതാണ്. ഇതെവിടെയാണ് ആദ്യം താളം തെറ്റിയത്? കേരളത്തിലാണ്.
കേരളത്തിൽ ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന 57-ൽ ദേശീയ തെരഞ്ഞെടുപ്പിനോടൊപ്പമാണ് നടന്നത്. 59 ആയപ്പോഴേക്കും ആ ഗവൺമെന്റ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 ഇൻവോക്ക് ചെയ്ത് അതിനെ പുറത്താക്കി. പിന്നീട് ഇവിടെ രാഷ്ട്രപതി ഭരണമാണ്. രാഷ്ട്രപതി ഭരണം വന്ന 60-ൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 60-ലെ തെരഞ്ഞെടുപ്പിൽ ആ ഗവൺമെന്റ് കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് 15 ആളുകൾ ശങ്കർ മന്ത്രിസഭയ്ക്ക് പിന്തുണ പിൻവലിച്ച് കേരള കോൺഗ്രസ് ആയിപ്പോയി. പിന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ കേരളത്തിൽ ഭൂരിപക്ഷമില്ലാത്ത രാഷ്ട്രപതി ഭരണമാണ്. ഞാൻ ചോദിച്ചത്, ഇവിടെ ശ്രീപത്മനാഭൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പൊ ഹങ് അസംബ്ലി ഇല്ല. സാർ അത് നാളെ വരാമെന്നേ, എങ്ങനെ വരാതിരിക്കാൻ പറ്റും? ഒരു ജനാധിപത്യ പ്രക്രിയയിൽ 59-ൽ സംഭവിച്ച പോലെ ചിലപ്പോൾ ഇനിയിപ്പോ വിമോചന സമരമൊന്നും ഉണ്ടായിരുന്നു വരില്ല. പക്ഷെ മറ്റു പല കാരണങ്ങളാൽ നിയമസഭ പിരിച്ചുവിടുകയോ രാജിവെക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിന്റെ പ്രായോഗികത എവിടെ പോകും? ഇനി അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഫേസ് അവസാനിപ്പിക്കാം. നമുക്ക് 24-ൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, 25-ൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 26-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പൊ കഴിഞ്ഞു. അടുത്ത ഡിസംബർ 12-നാണ് കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾ അധികാരത്തിൽ വരേണ്ടത്. കാരണം നവംബറിലും സാധാരണഗതിയിൽ ഒക്ടോബർ 2-നും അല്ലെങ്കിൽ നവംബർ 1-നുമാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് കാരണം ത്രിതല പഞ്ചായത്തുകൾ ചാർജ് ഏറ്റെടുക്കുന്നത് ഡിസംബർ 12 വരെ. അപ്പോൾ 5 കൊല്ലക്കാലം ഭരണഘടനാ പ്രകാരം അവർക്ക് ഭരിക്കാൻ ഡിസംബർ 12-ഓ 12-നുള്ളിലോ അടുത്ത ത്രിതല പഞ്ചായത്തുകൾ അധികാരത്തിൽ വരും. അപ്പൊ എന്റെ ഒന്നാമത്തെ ചോദ്യം, 2025-ൽ അധികാരത്തിൽ വരുന്ന ത്രിതല പഞ്ചായത്തുകൾക്ക് 2029-ലാണല്ലോ നമ്മൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, 4 വർഷത്തെ കാലാവധിയാണ്. ഇനി കേരള നിയമസഭയെ സംബന്ധിച്ച് 26-ലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 29-ൽ ഒരു നേഷൻ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വരുമ്പോൾ നമ്മുടെ അസംബ്ലിയുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷക്കാലമായിട്ട് ചുരുങ്ങുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ ഇപ്പൊ BJPക്ക് 3-2 ഭൂരിപക്ഷം, ഇവിടെ ജയരാജ് സാർ പറഞ്ഞതുപോലെ 303 അംഗങ്ങളും അല്ലെങ്കിൽ 3-2 ഭൂരിപക്ഷം ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം വന്നില്ല. ഇപ്പൊ 240+ ചില ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി നിൽക്കുമ്പോൾ ഈ 18 ഭരണഘടനാ ഭേദഗതി ഇല്ലെങ്കിലും 5 ഭേദഗതി വളരെ കൃത്യമായിട്ടും ഉണ്ടാകണം. അത് അങ്ങ് മുമ്പ് സൂചിപ്പിച്ചു, 85, 172, അതുപോലെ തന്നെ 354, അങ്ങനെ പ്രധാനപ്പെട്ട ഏതാണ്ട് 5ഓളം ഭരണഘടനാ ഭേദഗതികൾ വളരെ അനിവാര്യമാണ്. ആ ഭരണഘടനാ ഭേദഗതികൾക്കുള്ള ഭൂരിപക്ഷം ഇപ്പോൾ BJPയുടെ ഗവൺമെന്റിന് ഇല്ല എന്നുള്ളത് കൊണ്ട് ഇത് പ്രായോഗികമായി നടക്കില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം, ഈ ഫേസ് അവസാനിപ്പിക്കാം. 89 മുതൽ 2000 വരെ VP സിംഗിന് ശേഷം ചന്ദ്രശേഖർ, നരസിംഹറാവു, HD ദേവഗൌഡെ, IK ഗുജറാള്, വാജ്പേയി ആദ്യം 13 ദിവസം, പിന്നീട് വാജ്പേയി 13 മാസം, 7 പ്രധാനമന്ത്രിമാരാണ് 10 കൊല്ലം കൊണ്ട് നമ്മുടെ രാജ്യം ഭരിച്ചത്. ഞാൻ പറഞ്ഞത്, നാളെയും ഇതൊക്കെ സംഭവിക്കാവുന്നേ. ജനാധിപത്യത്തിൽ നാളെയും ഇപ്പൊ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല, നാളെ ഇനിയിപ്പോ ഞങ്ങൾ വരും അല്ലെങ്കിൽ വേറൊരു പാർട്ടി വരും, ഈ കേവല ഭൂരിപക്ഷമൊക്കെ മാറി ഈ രീതിയിലുള്ള പാർലമെന്റിന്റെ പ്രക്രിയകളൊക്കെ വരാം. അപ്പൊ 5 കൊല്ലത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രായോഗികമായി ഒട്ടും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ വിനയപുരസരം കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം പറയുന്നു, തെരഞ്ഞെടുപ്പിലെ ചെലവ് എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന്റെ അനിവാര്യമായ ഒന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല. പിന്നെ പല സമയത്ത് പല തെരഞ്ഞെടുപ്പ്, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ സൗന്ദര്യത്തിലൂടെയാണ് ഇന്ത്യയുടെ ജനാധിപത്യം ശക്തിപ്പെടുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് രാജ്യത്തിന്റെ വികസനം തടസ്സപ്പെടുന്നു എന്നുള്ള വാദഗതികളൊക്കെ അത് മറ്റ് ചില കാര്യങ്ങൾ, അതായത് ഹിന്ദി, ഹിന്ദു, ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പറയുന്ന പോലെ ഏക് നേഷൻ ഏക് ഭാഷ ഏക് നേഷൻ ഏക് കാസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചില കാര്യങ്ങളിലേക്ക് പോകുന്നതിന്റെ ഒരു തുടക്കമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതായാലും ഇപ്പൊ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ട. 29-ൽ 3-2 ഭൂരിപക്ഷത്തിൽ BJPക്ക് വരാൻ കഴിഞ്ഞെങ്കിൽ, ഏതായാലും നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നറിയാമല്ലോ. അപ്പോൾ അന്ന് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഏതായാലും ഇപ്പോ ഒരു ഡിബേറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഭാഗം ഇതാണ്, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പ്രാഥമികമായിട്ടുള്ള ഞങ്ങളുടെ വിമർശനം എന്ന് നമ്പ്യാരെ ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ വക്കീലെ, ഇതുവഴി BJPക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ BJPക്ക് ശാശ്വതമായിട്ട് ഇനിയിപ്പോൾ അധികാരത്തിൽ തുടരാൻ സാധിക്കും, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്, അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ കോൺഗ്രസ്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ചില ഘട്ടങ്ങളിൽ ഇപ്പോ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്, ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പോ ഞാൻ ഒരു സംഘടനയുടെ പേര് ഞാൻ ഇവിടെ കുറിച്ച് വെച്ചതായിരുന്നു, ഞാനത് പറഞ്ഞു. IDFC എന്ന് പറയുന്ന ഒരു സംഘടന നടത്തിയ ഒരു സർവേയിൽ പറഞ്ഞത്, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോ അസംബ്ലി തെരഞ്ഞെടുപ്പോ ഒന്നിച്ച് നടന്നു കഴിഞ്ഞാൽ 71% ആളുകളും യൂഷ്വലി
ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേണിൽ തന്നെ വോട്ട് ചെയ്യുന്നതാണ്. പക്ഷെ വ്യത്യസ്തമായ സാഹചര്യത്തിലാണെങ്കിൽ അത് വീണ്ടും 10%, 15% കുറവ് ആ പാറ്റേണിന് വ്യത്യാസം വരും എന്നുള്ളത്. ഇപ്പൊ BJP അധികാരത്തിലിരിക്കുന്നു. അപ്പൊ BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലൊക്കെ ചില മേൽക്കൈയും ചില മേധാവിത്വവും ഒക്കെ ഉണ്ടാക്കാം. നമുക്കറിയാമല്ലോ, അരുൺ ഗോയൽ എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ തലേദിവസം രാജിവെച്ചു. നേരം വെളുത്തപ്പോഴേക്കും അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി. അപ്പൊ സുപ്രീം കോടതി ചോദിച്ച ചോദ്യമുണ്ട്, ഇത്ര ഒരു അർജൻസി, അതായത് തലേദിവസം രാത്രി രാജിവെച്ച ഒരു IAS ഉദ്യോഗസ്ഥനെ നേരം വെളുത്തപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കേണ്ട എന്താ അർജൻസിയാണ് ഈ രാജ്യത്തുണ്ടായത് എന്ന്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കയ്യിലുണ്ട്, എന്താ പറയുക, പോലീസും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടന്നാൽ താൽക്കാലികമായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില നേട്ടം ഉണ്ടാക്കാം എന്ന് ഒരുപക്ഷെ BJPയുടെ നേതൃത്വമോ ഒക്കെ കരുതുന്നുണ്ടാകാം. പക്ഷേ ഫലം അങ്ങനെയല്ല എന്നുള്ളതാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ 303-ൽ നിന്ന് 240-ലേക്ക് എത്തിയത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, നോട്ട് ദ പോയിന്റ്സ്. താങ്കളുടെ മറുപടിയിലേക്ക് ഞാൻ വരാം. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ചെലവ് ഒരു വിഷയമേ ആക്കണ്ട എന്നാണ് പറയുന്നത് ഇരുവരും. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഗൂഢശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം പറയുന്ന ഇതാണ്: ഇന്ത്യൻ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ വൈവിധ്യ സ്വഭാവത്തെ തച്ച് തകർക്കാനായാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇത് നേരത്തെ അഡ്വക്കേറ്റ് സേനാപതി വേണുവും ഡോക്ടർ ജയരാജും പറഞ്ഞത്, ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളും പശ്ചാത്തലവുമാണ്. അത് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അത് പരിഗണിക്കാതെ സംസ്ഥാനങ്ങളിൽ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ കണക്കിലെടുക്കാതെ യാന്ത്രികമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നത്, അതല്ലെങ്കിൽ ജനവിധി അട്ടിമറിച്ച് കേന്ദ്രഭരണം അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യത്തെ തകർക്കും. ഇന്ത്യയിലെ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയെയും ഇന്ത്യ എന്ന ആശയത്തെ തന്നെയും അട്ടിമറിക്കാനുള്ള സംഘപരിവാർ നീക്കമാണ് ഇത് എന്നാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഒരേ സ്വരത്തിൽ പറയുന്നത്. അല്ല, അതിനെന്താ അറിയോ, ഞാൻ ഈ പ്രായോഗികമല്ല എന്നാണല്ലോ അവരുടെ ഒരു പ്രധാന വാദം. ഞാനൊരു കാര്യം പറയാം. നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും തമാശയാക്കുന്ന ഒരു വീഡിയോ, ട്രോൾ വീഡിയോ, ചിദംബരത്തിൻ്റെ ഒരു പ്രസംഗമാണ്. ഹൗ ക്യാൻ യു ഇംപ്ലിമെന്റ് ഡിജിറ്റൽ എക്കണോമി? ഹൗ you imagine about a village fair where you go and buy potatoes, and where is the computer, where is the electricity, how can you pay digitally? ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ഇന്ന് നാട്ടില് തെരുവില്, കോഴിക്കോട് ടൗണില് തെരുവില് ഉന്തുവണ്ടിയില് ആപ്പിളോ മുന്തിരിയോ ഓറഞ്ചോ അതല്ലെങ്കിൽ പച്ചക്കറിയോ വിൽക്കുന്ന ആള്, അയാളെടുത്ത് നമ്മൾ പൈസ പേ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്കാൻ ചെയ്തിട്ടാണ്. ഞാൻ വടക്കേ ഇന്ത്യയില് ചെരുപ്പൂത്തി ഷൂ പോളിഷ് ചെയ്യുന്ന, ഷൂ റിപ്പയർ ചെയ്യുന്ന ആള് GPay ആണ്. വേറെ രസമുണ്ട്, കല്യാണത്തിന് ബാൻഡ് അടിക്കുന്ന ആള്, അയാൾ ആ ബാൻഡിന്റെ മുകളിൽ GPay ഒട്ടിക്കുക. കാരണം നോർത്ത് ഇന്ത്യയിൽ ബാൻഡ് അടിക്കുന്നവന് ഇങ്ങനെ 10 രൂപ ഇട്ട് കൊടുക്കും ആൾക്കാർ. 10 രൂപ അങ്ങനെ ചില്ലറയാക്കിയിട്ട് ഡാൻസ് കളിച്ചിട്ട് നന്നായി ബാൻഡ് അടിക്കുമ്പോൾ പൈസ ഇട്ട് കൊടുക്കും. അവർക്ക് GPay ആണ്. ഇന്ന് സ്കാൻ ചെയ്തിട്ടാണ് ഇന്ത്യയിലെ പെട്ടിക്കടക്കാരൻ, ഇന്ത്യയിലെ ചെരുപ്പ് കുത്തുന്നവൻ, കോബ്ലർ പേയ്മെന്റ് വാങ്ങുന്നത്. ഇന്ത്യയിലെ എന്താ പറയുക, കല്യാണത്തിന് ബാൻഡ് അടിക്കുന്നവൻ പേയ്മെന്റ് വാങ്ങുന്നത്. ആ ചിദംബരം എന്തൊക്കെയാ പ്രസംഗിച്ചത്? അദ്ദേഹത്തിന് എന്താ ബുദ്ധിപരമായി അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി കഴിവില്ലാഞ്ഞിട്ടാ? അദ്ദേഹം വിദേശത്തൊക്കെ പോയി പഠിച്ച ആളാണ്, സുപ്രീം കോടതിയുടെ വലിയ വക്കീലാണ്. എന്നിട്ട് അദ്ദേഹം ഇതിന് കമ്പ്യൂട്ടറും ഇലക്ട്രിസിറ്റി ഒന്നും വേണ്ടാന്ന്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല, ഇതൊന്നും വേണ്ടാന്ന്, ഇതൊന്നും ഇന്ത്യയിൽ വേണ്ടാന്ന്. ഇതാണ് ഇവരുടെ മനോഭാവം. ഇവരുടെ മനോഭാവം അതാണ്. ഇടതുപക്ഷക്കാർ എന്തൊക്കെയാ പറയുന്നത്? വൈവിധ്യം, പ്രതിപക്ഷത്തെ ഇല്ലാണ്ടാക്കുന്ന ഏകാധിപത്യം. ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ഏതെങ്കിലും ഒരു രാജ്യത്ത് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടുണ്ടോ? ചൈനയിൽ പ്രതിപക്ഷ നേതാവുണ്ടോ? ക്യൂബയിൽ പ്രതിപക്ഷ നേതാവുണ്ടോ? ഉത്തര കൊറിയയിൽ പ്രതിപക്ഷ നേതാവുണ്ടോ? ഇന്ന് 3 കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെ ലോകത്തുള്ളൂ. ഈ 3 രാജ്യത്തും ഇല്ലല്ലോ.
നേരത്തെ സോവിയറ്റ് യൂണിയനിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നോ? സോവിയറ്റ് യൂണിയൻ അടക്കി ഭരിച്ച കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടുണ്ടോ? പ്രതിപക്ഷത്തെ അംഗീകരിക്കാത്ത പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. അതിൻ്റെ കൂടെ നടക്കുന്നവരായ ശരി, ഉള്ളിൽ നടക്കുന്നവരായ ശരി, ഇവരെ മനോഭാവം അതാണ്. ഇവർ പ്രതിപക്ഷം തന്നെ ഇല്ലാന്ന് ഇവർക്ക്, അങ്ങനെ ഒരു ചിന്താഗതിയേ ഇല്ല ഇവർക്ക്. എന്നിട്ട് ഇവരാണ് വൈവിധ്യത്തെ പറ്റി പറയുന്നത്. ഞാൻ പറയട്ടെ, ഇവിടെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഏകാധിപത്യം, പിന്നെ ഭരണഘടന നശിപ്പിക്കൽ, ഭരണഘടന ഇന്ത്യ എന്ന സങ്കല്പം ഇല്ലാണ്ടാക്കൽ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എത്ര ഭരണഘടനാ ഭേദഗതി വന്നു BJP സർക്കാർ അധികാരത്തിൽ വന്നിട്ട്? ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതി വന്നത് 1-2 കാര്യത്തിലാണ്. ഒന്ന്, പിന്നാക്ക ജാതി കമ്മീഷന് ഭരണഘടനാ പദവി കൊടുക്കുന്നതിൽ. 2, മുന്നോക്ക സമുദായത്തിൽപ്പെട്ട, അതായത് നിലവിൽ സംവരണമില്ലാത്തവർക്ക് 10% സംവരണം കൊടുക്കുന്നതിൽ. അത് കേരള ഗവൺമെൻറ് അംഗീകരിച്ചില്ലേ? കേരളത്തിൽ നടപ്പാക്കിയില്ലേ? ഞങ്ങൾ ഏത് ഭരണഘടനയാണ് ഞങ്ങൾ അട്ടിമറിക്കാൻ പോയത്? പിന്നെ ഇവിടെ സർക്കാരുകളെ പിരിച്ചുവിടുന്നതിനെ പറ്റി പറഞ്ഞു. BJP ഗവൺമെൻറ് എത്ര സർക്കാരിനെ പിരിച്ചുവിട്ടു? കോൺഗ്രസ് സെഞ്ചുറി ആയിട്ടുണ്ട്, അറിയോ? ഗവൺമെന്റുകളെ പിരിച്ചുവിട്ട കാര്യത്തിൽ സെഞ്ചുറി അടിക്കാനായിട്ടുണ്ട് കോൺഗ്രസ്. 92 യു ഹാവ് ഡിസ്മിസ്ഡ് 92 elected governments. EMS നമ്പൂതിരിപ്പാടിന്റെ ആദ്യത്തെ മന്ത്രിസഭ മുതൽ ഇങ്ങ് അവസാനം വരെ ഉള്ള കാലഘട്ടത്തിൽ നിങ്ങൾ പിരിച്ചുവിട്ടത് 92 മന്ത്രിസഭകളെയാണ്. നിങ്ങളെ കൈകളിൽ നിങ്ങൾ പിരിച്ചുവിട്ട മന്ത്രിസഭകളുടെ രക്തം കട്ട പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങൾ ആരെയും പിരിച്ചുവിടാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഈ വെറുതെ പുകമറ സൃഷ്ടിക്കുക. പിന്നെ പിണറായി വിജയന്റെ പ്രസ്താവനയെ പറ്റി താങ്കൾ പറഞ്ഞു. എന്താ CAA നിയമം പാസ്സാക്കിയപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത്? കേരളത്തിൽ നടപ്പിലാക്കൂലാണ്. CAA നിയമപ്രകാരം പൗരത്വം കൊടുത്തു തുടങ്ങി. എത്രയാൾക്ക് കൊടുത്തു? അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ മതപരമായ പീഡനം കാരണം ഓടി വന്നവർക്ക് കൊടുത്തു. ഇപ്പൊ ആ സുപ്രീം കോടതിയിൽ പെറ്റീഷൻ വാദം കേൾക്കുമ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങൾ സുപ്രീം കോടതി നോട്ട് ചെയ്യില്ലേ? ഇപ്പൊ അവിടെ അതല്ലേ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട്? അപ്പൊ അങ്ങനെ പീഡനം ഉള്ളവർക്ക് ഈ രാജ്യത്ത് പൗരത്വം കൊടുക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞത്. അപ്പോ ഇതൊക്കെ ഹമ്പക്കാണ്. ഇതൊക്കെ വെറുതെ പേടിപ്പിക്കുക. പിന്നെ ജനാധിപത്യത്തിന്റെ എന്താ പറയാ അടിസ്ഥാന ഭരണഘടന അടിസ്ഥാന സങ്കല്പം തകർക്കുന്നു, പാർലമെന്റ് ജനാധിപത്യം ഇല്ലാണ്ടാക്കുന്നു. അയ്യോ, ശ്രീമതി ഇന്ദിരാഗാന്ധി ചെയ്തതിന്റെ 10,000-1 പോലും ഞങ്ങൾ ചെയ്യില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം ഞങ്ങളൊരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. ആദ്യം കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടോ? എത്ര കൊല്ലായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട്? ഞങ്ങൾ എല്ലാ 3 കൊല്ലവും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന പാർട്ടിയാണ്. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ ബൂത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്, ബൂത്ത് കമ്മിറ്റി ഇലക്ഷൻ. അത് കഴിഞ്ഞാൽ മണ്ഡലം കമ്മിറ്റി ഇലക്ഷൻ. അത് കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റി ഇലക്ഷൻ. അത് കഴിഞ്ഞാൽ അഖിലേന്ത്യാ അധ്യക്ഷനെ ഞങ്ങൾ തിരഞ്ഞെടുക്കും. ഞങ്ങൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്തുന്ന പാർട്ടിയാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇത് കാശ്മീർ മുതൽ കന്യാകുമാരി. കോൺഗ്രസിലൊരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് എത്ര കൊല്ലായി? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ 1991 വയലാർ രവി AK ആന്റണിയെ തോൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിലാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അല്ലാണ്ട് നിങ്ങളിപ്പോൾ അഖിലേന്ത്യാ ഇലക്ഷൻ നടക്കുന്നുണ്ട്, ബൂത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ മണ്ഡലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മണ്ഡലം കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളും ജില്ലാ എവിടെയെങ്കിലും നിങ്ങൾ ഇലക്ഷൻ നടത്തിയിട്ടുണ്ടോ? ഓരോ ഇലക്ഷൻ നടന്നിട്ടില്ല. കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും ആ പാർട്ടിക്കുള്ളിൽ പോലും ജനാധിപത്യമില്ല. ഇപ്പൊ അതാ തമിഴ്നാട്ടിലെ ഒരുത്തൻ മകനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ നോക്കുകയാണ്. ഇവരൊക്കെ ജനാധിപത്യം പഠിപ്പിക്കുക നാട്ടുകാരെ. ഇവിടെ പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കും, പാർലമെന്റ് തീരുമാനിക്കും ഇത് പാസ്സാക്കണോ വേണ്ടിയോ. BJPയുടെ ഭൂരിപക്ഷം നോക്കിയിട്ടാണ് നിയമം പാസ്സാകുന്ന. ഞാൻ ചോദിക്കട്ടെ, 370-ാം വകുപ്പ് റദ്ദാക്കിയ നിയമവും CAA നിയമവും പാസ്സാക്കുമ്പോൾ ഞങ്ങൾക്ക് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ല. കേവല ഭൂരിപക്ഷം 2019 ഓഗസ്റ്റ് 5-ാം തീയതി 370-ാം വകുപ്പ് റദ്ദാക്കിയ നിയമം രാജ്യസഭ പാസ്സാക്കുമ്പം BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല രാജ്യസഭയിൽ. എന്നിട്ട് പാസ്സായില്ലേ? CAA നിയമം പാസ്സായില്ലേ? അപ്പൊ നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നത് പാർലമെന്റാണ്. അവിടുത്തെ MP-മാരാ തീരുമാനിക്കേണ്ടത്. അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന്. അപ്പൊ അതുകൊണ്ട് BJPക്ക് ഈ കാര്യത്തിൽ തുറന്ന മനസ്സാണ്. ഞങ്ങൾക്ക് ലോക്സഭയിൽ എത്ര സീറ്റുണ്ട്, ഞങ്ങൾക്ക് രാജ്യസഭയിൽ എത്ര സീറ്റുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങളിത് രാജ്യത്തിലെ പാർലമെന്റ് മുതൽ അവതരിപ്പിക്കുകയാണ്. പാർലമെന്റ് തീരുമാനിക്കണം. പാർലമെന്റാണ് സുപ്രീം ബോഡി.
ഇന്ത്യയിലെ സുപ്രീം ബോഡി പാർലമെന്റാണ്. ആ പാർലമെന്റ് തീരുമാനിക്കട്ടെ. ബാക്കിന്റെ പ്രായോഗികതയൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഇതെന്തിനത്ര ബേജാറ്? ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഒരു കോട്ടവും നരേന്ദ്രമോദിയുടെ 10 കൊല്ലം സംഭവിച്ചിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് സംഭവിച്ചതിന്റെ 1,00,000-1 പോലും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാരാണെന്ന് ആലോചിച്ച് ബേജാറാവണ്ട. ഭരണഘടനയ്ക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ സംരക്ഷിക്കും. കാരണം ഞങ്ങൾ കുടുംബാധിപത്യത്തിന് വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ജനാധിപത്യത്തിന് വിശ്വസിക്കുന്നു. പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം നടപ്പിലാക്കിയ പാർട്ടിയാണ് ഞങ്ങൾ. യെസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, മാറ്റങ്ങൾ വരട്ടെന്നേ. എന്തിനാണ് ഇത്ര ബേജാറ്? അല്ല, ഞങ്ങൾക്ക് ശ്രീപത്മനാഭൻ സാറേ, ഞങ്ങൾക്ക് ഒരു ബേജാറുമില്ല. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അല്ല, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ പറഞ്ഞതിൽ വസ്തുതാപരമായി എന്തെങ്കിലും പിശകുണ്ടോ? അല്ല, വസ്തുതാപരമായി ഒരുപാട് പിശകുകളുണ്ടെന്ന് പെട്ടെന്ന് പറ. വസ്തുതാപരമായ ആ പിശകുകളിലോട്ടല്ലേ ഞാൻ വരുന്നത്. അദ്ദേഹം പറഞ്ഞ ഒന്ന് കോൺഗ്രസ് പാർട്ടിയിലെ ജനാധിപത്യത്തെ കുറിച്ചാണ്. സാറേ, ഞങ്ങളുടെ പാർട്ടിയിൽ മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നുണ്ട്, ബ്ലോക്ക് പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നുണ്ട്, സംസ്ഥാന അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നുണ്ട്, ദേശീയ അധ്യക്ഷനെ പുതുതായിട്ട് തെരഞ്ഞെടുക്കുന്നുണ്ട്. അതെല്ലാം അതിന്റെ ആ പ്രക്രിയയിൽ കൂടി അത് നടക്കുന്നു. ആ കാര്യത്തിനൊന്നും ഒരു തടസ്സവും ഇല്ല. ഞങ്ങളൊക്കെ അങ്ങനെ പാർട്ടിയുടെ ഭാരവാഹികൾ. ഞാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടിരുന്ന ആളാണ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടിരുന്ന ആളാണ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പൊ ഞാൻ KPCCയുടെ മീഡിയ വക്താവായിട്ട്. അപ്പോ ഇതിന്റെ അകത്ത് ഈ പ്രക്രിയകളൊക്കെ, ആ ജനാധിപത്യ പ്രക്രിയകളെല്ലാം നടക്കുന്നു. ആ കാര്യത്തിൽ ഒന്നും ഭയമില്ല. പിന്നെ തെരഞ്ഞെടുപ്പുണ്ടോന്നാ? അല്ല, പിന്നെ അടുത്ത് ഏത് തെരഞ്ഞെടുപ്പുണ്ടോന്നാ ചോദിച്ചത്? തെരഞ്ഞെടുപ്പുണ്ട്. അല്ല, തെരഞ്ഞെടുപ്പില്ലാതെ അല്ല ഞാൻ ചോദിക്കുന്നത് BJPയുടെ ഏത് മണ്ഡലം പ്രസിഡന്റിനെയാണ് BJPയുടെ ഏത് മണ്ഡലം പ്രസിഡന്റിനെയാണ് നിങ്ങൾ നാട്ടില് എന്താ പറഞ്ഞ ബാലറ്റ് പെട്ടി വെച്ചിട്ട് പാർട്ടിക്കാരെല്ലാം കൂടെ വന്ന് ക്യൂ നിന്ന് വോട്ട് ചെയ്ത് ഏത് BJPയുടെ മണ്ഡലം പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ഞാൻ താമസിക്കുന്ന മണ്ഡലത്തിലൊന്നും അങ്ങനെ മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തായിട്ട് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോ ഒരുപക്ഷെ എല്ലാവരും അതിലുമൊക്കെ വളരെ കൃത്യമായ ജനാധിപത്യ പ്രക്രിയയിലാണ് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റുമാരെയും ബൂത്ത് പ്രസിഡന്റുമാരെയും മുകളിലോട്ടുള്ള ആളുകളെ ഒക്കെ തെരഞ്ഞെടുക്കുന്നത്. ആ കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല. അല്ല, ഇവിടെ നമ്മുടെ പ്രശ്നം ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന 1 നേഷൻ അല്ലെങ്കിൽ 1 ഇലക്ഷൻ, ഇതിന്റെ അപ്രായോഗികതയെ കുറിച്ചാണ്. നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെക്കുറിച്ചൊക്കെ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സാർ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ 3/2 ഭൂരിപക്ഷത്തിൽ ഇന്ത്യയിലെ ജനത ഇന്ദിരാഗാന്ധിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നേ. വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നു. ജനത തിരസ്കരിച്ച് വിടുകയല്ലേ ചെയ്തത്. 75-ലെ അടിയന്തരാവസ്ഥ, 78-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു ഭരണാധികാരി ഭാരതത്തിന് മുമ്പുണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നു, ആ ഭരണാധികാരിയെ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്നിട്ടാണ് പറയുന്നത് കൊണ്ടുപോവുകയാണ്. അതിന്റെ ആദ്യപടിയായിട്ട് ഇതിനെ കാണാൻ എന്നാണല്ലോ വിമർശനാവസ്ഥയിൽ ജനങ്ങൾ മാറ്റി നിർത്തിയ, അടിയന്തരാവസ്ഥയിൽ ഇന്ത്യയിലെ ജനങ്ങൾ മാറ്റി നിർത്തിയ ആ ഭരണാധികാരിയാണെന്ന് 80-ൽ വീണ്ടും വർദ്ധിത ഭൂരിപക്ഷത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ എന്തേ അത് നമ്മൾ കാണാത്തത്? അപ്പോ ഇവിടെ ഇപ്പൊ നമ്മുടെ ഡിബേറ്റിന്റെ വിഷയം എന്താണ്? നമ്മുടെ ഡിബേറ്റിന്റെ വിഷയം കോൺഗ്രസിലെ ഇലക്ഷനോ BJPക്കകത്തെ ഇലക്ഷനോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോ അതല്ല എങ്കിൽ അതൊന്നുമല്ല. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അത് പാർലമെന്റിൽ അവതരിപ്പിക്കട്ടെ. പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ തെളിയിച്ചോട്ടെ. പാർലമെന്റ് ആണല്ലോ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ. ഞങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. അവിടെ അത് ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങൾ അവതരിപ്പിച്ചോളൂ. നിങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു മുമ്പ് പറഞ്ഞ പോലെ ഒരു ബേജാറോ ഒരു വേവലാതിയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഉത്കണ്ഠയോ ഇല്ല. പക്ഷേ ഇവിടെ ചില എന്താ പറഞ്ഞ 10-75 കൊല്ലമായി നമ്മുടെ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന ചില പ്രക്രിയകൾ, ചില പ്രീസിഡൻസ്, അതിനെ ഒറ്റയടിക്കങ്ങ് ഇല്ലാതാക്കിക്കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം ഒന്ന് പിടിച്ചെടുക്കാം എന്നുള്ളത്. ഇനി മാറ്റങ്ങൾ വേണ്ടേ, പരിഷ്കാരങ്ങൾ വേണ്ടേ? അല്ല, ഒരു മിനിറ്റ് അല്ലേ. പാർലമെന്റ് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും, ഇനി അതിനുശേഷം ത്രിതല പഞ്ചായത്തുകളുടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് എന്താ? 100 ദിവസം കഴിഞ്ഞിട്ട് നടത്തണം. അപ്പൊ ഇതിനോടൊപ്പം അല്ല നടക്കുന്നത്. അതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം അല്ല നടക്കുന്നത്. നമ്മൾ അറിയേണ്ടത് ഇവിടെ എന്താ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ക്രമസമാധാന നില പാലനം എന്നൊക്കെ പറയുന്നത് വലിയൊരു പ്രക്രിയയാണ് സാർ. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളും പൂർണ്ണമായി ചേർന്ന 10-40 രാഷ്ട്രങ്ങൾ ചേർന്നാൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ പകുതി പോലും ആകുന്നില്ല. 140 കോടി ജനസംഖ്യയും 98 കോടി വോട്ടർമാരുമുള്ള ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ എന്ന് പറഞ്ഞാൽ
നമ്മുടെ ലോകത്തിലെ ഒരു 10-45-50 രാഷ്ട്രങ്ങൾ, അതായത് 1 കോടി 1.5 കോടി 2 കോടിയൊക്കെ ഉള്ള ജനസംഖ്യയുള്ള 10, 30, 40 രാഷ്ട്രങ്ങളിൽ നടക്കുന്ന എന്താ പറഞ്ഞ ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് സമമാണ് ഈ രാജ്യത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഒറ്റ ദിവസം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പോ നമുക്കറിയാം ഈ നക്സൽ ഇടനാഴി 2026 കൊണ്ട് നിങ്ങൾ തുടച്ചു നീക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, സന്തോഷമായ കാര്യം. പക്ഷേ ക്രമസമാധാന നില പാലനത്തിന് ഇപ്പോ ജമ്മു ആൻഡ് കശ്മീരിൽ എത്ര കമ്പനി CRPF-നെയും BSF-നെയാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്? ഈ സ്ഥിതിവിശേഷത്തിലൊക്കെ ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫേസ് ആയിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അത് പ്രായോഗികമല്ല എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്നു. 18 5 പ്രധാന ഭരണഘടനാ ഭേദഗതിയും 18 അനുബന്ധ ഭരണഘടനാ ഭേദഗതിയും അത് നടപ്പിലാക്കാൻ ഇപ്പോൾ സാധ്യമല്ല. ഞാൻ വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യം നമ്പ്യാരെ, കഴിഞ്ഞ 10 കൊല്ലം മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് വേണമായിരുന്നെങ്കിൽ 2024 തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റുമായിരുന്നില്ല. പിന്നെ എന്തിനാ? കാരണം ഈ ശുപാർശ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീ രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അത് സമർപ്പിച്ചതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് നടപ്പിലാക്കാമായിരുന്നല്ലോ. അപ്പൊ ഇപ്പോ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ ഈ ഒരു ചർച്ചയുമായിട്ട് വന്നിരിക്കുന്നത് യഥാർത്ഥ ജനകീയ വിഷയങ്ങളിൽ നിന്ന് എന്താ പറഞ്ഞ ഒളിച്ചോടുന്നതിനും മുമ്പ് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ ഇഷ്യൂ ഒന്ന്, ത്രിതല പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പിന്റെ ഇഷ്യൂ മറ്റൊന്ന്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ ഇഷ്യൂ മറ്റൊന്ന്, അങ്ങനെ വൈവിധ്യമാർന്ന ഒരു ജനഹിതം നിലനിൽക്കുന്ന ഇത്രയും വിപുലമായ ഒരു വോട്ടർമാരുള്ള ഒരു നാട്ടിൽ ഇതിനെല്ലാം ഒരു വാട്ടർ ടൈറ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഒരു റെയിൽവേയുടെ കേജ് പോലെ ഇതിനെല്ലാം കൂടെ ഒന്നിപ്പിക്കുക എന്നുള്ള ആ പ്രക്രിയ അത് ജനാധിപത്യത്തിന് ആരോഗ്യപരമായ ഒരു കാര്യമല്ല, നമ്മുടെ നാടിന് ഗുണകരമല്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അടുത്ത ഒരു 10 കൊല്ലക്കാലത്തേക്ക് ഈ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇന്ന് അമിത്ഷായും അതുപോലെ തന്നെ 2029 ഈ രീതിയിൽ നടത്തുന്നു ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, അതാ പറഞ്ഞ അടുത്ത BJP-യുടെ ഈ കാലാവധി തീരുന്നതിന് മുമ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്നാണ് അമിത്ഷാ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അമിത്ഷായുടെ വാർത്താ സമ്മേളനത്തിന്റെ എന്താ പറഞ്ഞ അതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായി. ഇന്ന് പല പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. BJP-യുടെ ഈ ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന പ്രക്രിയയിലേക്ക് സൂചനകളാണ് സൂചനകളായിക്കൊള്ളട്ടെ. ആ സൂചനകൾ നടക്കുമ്പോൾ ഞങ്ങളുടെ ഉത്കണ്ഠ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടല്ലോ. ഓക്കെ, പത്മനാഭ വക്കീലെ, വീണ്ടും അപ്രായോഗികതയെക്കുറിച്ച് സംസാരിക്കുന്നു. മാത്രമല്ല, ഈ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് വരുന്ന സമയത്ത് ചില സെൻസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അവിടെ എങ്ങനെ ഫോഴ്സസിനെ ഇറക്കും, ഒറ്റഘട്ടമായിട്ട് നടത്തുമ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്നാണ് കോൺഗ്രസ് വക്താവ് ആശങ്കപ്പെടുന്നത്. അനിൽ നമ്പ്യാർ, ഇന്ന് ജമ്മു കാശ്മീരിലെ 24 സീറ്റുകളിൽ ഇലക്ഷൻ നടന്നു. അതായത് സൗത്ത് കാശ്മീർ, പുൽവാമ ആ മേഖലയും പിന്നെ ജമ്മുവിൻ്റെ ഉത്തര മേഖല ദോഡ, വെസ്റ്റ് ദോഡ, കിസ്ത്വാർ ആ മേഖലയും സെൻസിറ്റീവായ ഏരിയയാണ്. എന്തെങ്കിലും സംഭവിച്ചോ അനിൽ നമ്പ്യാരെ? ഒരു കല്ലേറ് നടന്നോ? എവിടെയെങ്കിലും നടന്നോ? ഒരു വെടിവെപ്പ് നടന്നോ? പീസ്ഫുൾ എലക്ഷൻ കോളമാക്കി തന്നതാ. ഈ ജമ്മു കാശ്മീരിൽ തീവ്രവാദം പൊട്ടിമുളയ്ക്കാനുള്ള പ്രധാന കാരണം എന്താ അറിയോ? 1987 എലക്ഷൻസ് വേർ റിഗ്ഡ്. 1987 തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു. ബാലറ്റ് പേപ്പർ കുത്തിത്തിരുകി വോട്ടർമാർ വോട്ട് ചെയ്തവരൊക്കെ തോറ്റു, അല്ലാത്തവരൊക്കെ ജയിച്ചു. 87 തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയാണ് കാശ്മീരിലെ തീവ്രവാദം പൊട്ടിപ്പുറപ്പെടാനുള്ള അവസാനത്തെ കാരണം. അതൊരു ഒരു 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 പ്രഖ്യാപിതമായ ഉദ്ദേശത്തോടു കൂടി പാകിസ്ഥാൻ പലവട്ടം ശ്രമിച്ചിട്ടും കാശ്മീരിലെ ജനത അവരുടെ ചതിക്കുഴിയിൽ വീണിരുന്നില്ല. പക്ഷെ 87 തെരഞ്ഞെടുപ്പ് റിഗ് ചെയ്തപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ് അവർ പാകിസ്ഥാന്റെ ചതിക്കുഴിയിൽ പോയി വീണത്. 87 തെരഞ്ഞെടുപ്പ് നടത്തിയത് ആരാ? രാജീവ് ഗാന്ധിയല്ല, അന്നത്തെ പ്രധാനമന്ത്രി. അവിടെ നിന്ന് യാത്ര ആരംഭിച്ച കാശ്മീർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? കാശ്മീർ ഇന്ന് ശാന്തി സമാധാനമായി. ഒരു വെടിവെക്കാതെ, ഒരു കല്ലേറില്ലാതെ കാശ്മീരിൽ റെക്കോർഡ് പോളിംഗ്. ആരോ ജയിച്ചോട്ടെ, ഇനി എല്ലാ സീറ്റിലും BJP തോറ്റോട്ടെ. ഇപ്പോഴത്തെ ഈ 24 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 BJPക്ക് ഉണ്ട്.
6 ബി ജെ പിക്കുണ്ട്. അതായത് 8 ജമ്മു മേഖല കാശ്മീർ മേഖലയിലും 16 സീറ്റ് ജമ്മു മേഖലയിൽ ഇലക്ഷൻ നടക്കുന്ന 24 സീറ്റ് ഉണ്ട്. ആ ജമ്മു മേഖലയിലെ 16 സീറ്റിൽ 6 സീറ്റ് ബി ജെ പിയുടെ. ഈ 6 ബി ജെ പി തോറ്റോട്ടെ, എന്നാലും ഞാൻ പറയാം ജനാധിപത്യം ജയിച്ചില്ലേ. ഇവരുടെ കാലഘട്ടത്തിൽ ഇവർ നശിപ്പിച്ച് പട്ടാളക്കാർ കാവൽ നിന്നിട്ട് പോലും 7%, 8% ഇലക്ഷനാണ് നടന്നത്, പോളിംഗ് ആണ് നടന്നത്. അവിടെ നിന്ന് ഇന്ന് എവിടെ എത്തി കാശ്മീർ? ഇന്ന് കാശ്മീരിൽ ഒരു കൊല്ലം പോകുന്നത് 2 കോടി ടൂറിസ്റ്റുകളാ. കാശ്മീരിൽ സമാധാനം കൊണ്ടുവന്നു. 370 വകുപ്പ് പോയപ്പോൾ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമായി. കേന്ദ്ര സർക്കാരിനും പട്ടാളക്കാർക്കും സുരക്ഷാ സേനയ്ക്കും വളരെ സുഗമമായി പ്രവർത്തിക്കാൻ സാധിച്ചു. അതുകൊണ്ട് അവിടെ സമാധാനം ഉറപ്പുവരുത്തി. അപ്പോൾ ഈ രാജ്യത്ത് ഇതൊക്കെ സാധിക്കും. ആരെങ്കിലും വിചാരിച്ചിരുന്നോ കാശ്മീരിൽ ഇത് സാധിക്കുമെന്ന്? ഇത് സാധിച്ചില്ലേ? 370 വകുപ്പ് എടുത്തു കളയുമെന്ന് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുച്ഛിച്ചവരാ ഇവര്. എന്തായി പോയില്ലേ 370 വകുപ്പ്? സുപ്രീം കോടതി എടുത്ത് എറിഞ്ഞില്ലേ അതിനെതിരെ കൊടുത്ത ഹർജികളൊക്കെ? ജനാധിപത്യത്തിൽ അതൊക്കെ സാധിക്കും. വിൽ പവർ ഉള്ള ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അത് സാധിക്കും. അപ്പൊ ഇതൊക്കെ എന്താ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ അവർക്ക് സാധിക്കാത്തതൊക്കെ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയും വിഷമവുമാണ്. നിങ്ങൾ അവസരങ്ങൾ കളഞ്ഞു കുളിച്ചവരാണ്. 400 സീറ്റും 370 സീറ്റ് 80 സീറ്റൊക്കെ പുഷ്പം പോലെ കിട്ടിയിട്ടും നിങ്ങൾ അവസരങ്ങൾ കളഞ്ഞു കുളിച്ചവർ. ഞങ്ങൾക്ക് അത്ര സീറ്റൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ അത്രയൊന്നും സീറ്റില്ലാതെ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബി ജെ പിക്ക് സാധിക്കും. ഇവിടെ സുതാര്യമായ ഇലക്ഷൻ നടക്കുന്നു. ഇവിടെ ഒരു തരത്തിലുള്ള ഞാൻ ചോദിക്കട്ടെ, ഇവർ ഈ വോട്ടിംഗ് മെഷീനെതിരെ എന്തൊക്കെ പരാതി പറഞ്ഞു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെല്ലുവിളിച്ചില്ലേ? ആരെങ്കിലും ഒരാൾ വന്ന് കാണിച്ചതാ ഈ വോട്ടിംഗ് മെഷീൻ എങ്ങനെ കൃത്രിമം കാണിക്കുന്നു? ഇന്ന് വരെ ആർ കേസാ? അല്ല, എന്നാലല്ലേ നടക്കുള്ളൂ. ഇന്നാലല്ലേ നടക്കുള്ളൂ. 1987 കാശ്മീരിൽ നടന്നതാണ് ഇത്. അതിൻ്റെ അകത്ത് തിരികെ കൊടുത്തതാണ് വ്യാജ ബാലറ്റ് പേപ്പർ. അങ്ങനെയാ കാശ്മീർ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അപ്പൊ ഇത് സുതാര്യമായ കാര്യങ്ങൾ നടക്കും, കൃത്യമായ കാര്യങ്ങൾ നടക്കും. കോടതിയുടെ മുമ്പാകെ പോയാലും കോടതിയിൽ പോലും ഇത് നിലനിൽക്കില്ല. ഇവരുടെ ഒരു സംഗതി നിലനിൽക്കുന്ന കോടതി. CAA നിയമം ഇവർ 5 കൊല്ലായില്ലേ സുപ്രീം കോടതിയിൽ കിടന്ന് തിരിഞ്ഞു കളിക്കുന്നത്? എന്ത് കാര്യം? ഒരു സ്റ്റേ പോലും കിട്ടിയില്ല. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ പരിഷ്കരണം വേണം. 1991 നരസിംഹറാവും മൻമോഹൻ സിംഗും കൂടി സാമ്പത്തിക പരിഷ്കരണം കൊണ്ടുവന്നപ്പോൾ BJP അതിനെ പിന്തുണച്ചു. എന്തുകൊണ്ടാണ്? ഇവിടെ അത്യാവശ്യമാണ് സാമ്പത്തിക പരിഷ്കരണം. ആ സാമ്പത്തിക പരിഷ്കരണം ഇന്ത്യക്ക് ആവശ്യമാണ്. ഇന്ത്യക്ക് സ്വകാര്യ നിക്ഷേപം വേണം, വിദേശ നിക്ഷേപം വേണം. നമ്മൾ ഒരു പഴയ സോവിയറ്റ് യൂണിയനെ പോലെ ഇരുമ്പ് മറയ്ക്കുള്ളിലുള്ള രാജ്യമല്ല. പണ്ടും അങ്ങനെയായിരുന്നില്ല. പൗരാണിക കാലത്തും ഭാരതം അങ്ങനെയായിരുന്നു. ലോകം മുഴുവൻ വ്യാപാരം നടത്തിയ രാജ്യമായിരുന്നു ഭാരതം. ലോകത്തു നിന്ന് മുഴുവൻ ആളുകൾ കച്ചവടക്കാർ വന്ന രാജ്യമായിരുന്നു ഭാരതം. അപ്പൊ ആ അവസ്ഥയ്ക്ക് തിരിച്ചു പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അത് നരസിംഹറാവു സർക്കാർ ശരിവെച്ചപ്പോൾ ആ തീരുമാനം എടുത്തപ്പോൾ ആ പരിഷ്കരണത്തെ, ഭാരതത്തിന്റെ മുഖച്ഛായ മാറ്റിയ പരിഷ്കരണം, അതിനെ പിന്തുണച്ചവരാ BJP-ക്കാർ. അന്ന് പ്രതിപക്ഷത്ത് ഈ സാമ്പത്തിക പരിഷ്കരണത്തെ പിന്തുണച്ച ഏക പാർട്ടി BJP-യാ. കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തതാ. പിന്നെ ഇപ്പോൾ ക്രോണി ക്യാപിറ്റലിസം, വലിയ ഇവർക്ക് ലോൺ കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, 4.25 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സഹായത്തോടെ അൺകണ്ടീഷണൽ സപ്പോർട്ട് എന്നല്ലേ 2004 മെയ് മാസം 13-ാം തീയതി രാത്രി 10:30 മണിക്ക് ഈ അടുത്ത ദിവസം അന്തരിച്ച സീതാറാം യെച്ചൂരി നാഷണൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് അൺകണ്ടീഷണൽ സപ്പോർട്ട് UPA. എന്നിട്ട് 2008 ജൂലൈ വരെ പിന്തുണ കൊടുത്തില്ലേ? പിന്നെ അനിൽ കാട്ട്കോട്ട്കറെ ആണവ കരാർ ഒപ്പിടാൻ അമേരിക്കയ്ക്ക് ചർച്ചയ്ക്ക് വിട്ടപ്പോഴാണല്ലോ നിങ്ങൾ പിന്തുണ പിൻവലിച്ചത്. ആ 4.25 കൊല്ലം ഇവിടെ മൻമോഹൻ സിംഗ് സർക്കാർ നടപ്പിലാക്കിയത് എന്ത് സാമ്പത്തിക നയമായിരുന്നു? നിങ്ങൾ അൺകണ്ടീഷണൽ സപ്പോർട്ട് കൊടുത്തില്ലേ? എന്ത് സാമ്പത്തിക നയമായിരുന്നു നടപ്പിലാക്കിയത്? എന്തെങ്കിലും പറയുക. ഇത് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് പങ്കുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് പങ്കുണ്ട്, BJP-ക്ക് പങ്കുണ്ട്. ഇന്ന് നമ്മുടെ സാമ്പത്തിക നയം മാറി 91-ൽ. അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട്. പിന്നെ ഇതൊക്കെ കേക്കാസുകളുടെ വർത്താനം, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ പലതും പറയാം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റവിൻ ചട്ടങ്ങളെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നും കൂടി കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കും. സേനാപതി വേണു,
2029 ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തും എന്ന ആ ഒരു ആത്മവിശ്വാസമാണല്ലോ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. വൺ നേഷൻ വൺ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും നടക്കില്ല, ഇനി ഒരിക്കലും നടക്കില്ല എന്ന ആശങ്ക, ഭയം, അതുകൊണ്ടാണോ ഇത്ര ശക്തമായിട്ട് പരിഷ്കാരങ്ങളെ എതിർക്കുന്നത്? നമ്മൾ വർത്തമാനകാല രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടല്ലേ നമ്പ്യാരെ എല്ലാ വിലയിരുത്തലുകളും നടത്തുന്നത്. അതായത് 292 നിന്ന് 303 ഒരു പാർട്ടി ഞങ്ങളിപ്പം 400 കഴിയാൻ പോകുന്നു, 370 ഞങ്ങൾ ഒറ്റയ്ക്ക് പിടിക്കാൻ പോകുന്നു, കഴിഞ്ഞ 10 കൊല്ലത്തെ ഞങ്ങളുടെ നേട്ടത്തിന്റെ പരിണിത ഫലം എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ആളുകളെ ആവേശം കൊള്ളിച്ച് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമ്പ്യാർ ഓർക്കുന്നുണ്ടാവുമല്ലോ, ജൂൺ മാസം 4-ാം തീയതി രാവിലെ 9:30 മണി വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാരണാസിയിൽ 16,000 വോട്ടിന് വരെ പിന്നിലായിരുന്നു എന്നുള്ളതാണ് ഇലക്ഷൻ ബുള്ളറ്റിൽ നമ്മൾ യു പിയിലെ നിങ്ങളുടെ നേതാവ് വാഗ്ദാനം ചെയ്ത പണം ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ നേതാവ് 3,90,000 പിറ്റേ ദിവസം അവിടെ ക്യൂ നിന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഞങ്ങളുടെ നേതാവ് നമ്പ്യാരെ 3,90,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് റായ്ബറേലിയിൽ ജയിച്ചത്. പക്ഷേ നിങ്ങൾ പ്രധാനമന്ത്രി ജയിക്കുന്നത് 1.25 ലക്ഷത്തിന്റെ വോട്ടിലാണ്. എങ്ങനെയാണ് സാധിച്ചെടുത്തതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം 5 ലക്ഷത്തിനടുത്ത് 4,95,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചയാള് 1.25 ലക്ഷം വോട്ടിലേക്ക് സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിൽ 3 ലക്ഷം ആളുകൾ എന്തുകൊണ്ട് മാറി ചിന്തിച്ചു എന്നുള്ളത്, ആ മാറി ചിന്തിക്കൽ 2029 ആകുമ്പോഴേക്കും വലിയ രീതിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് തന്നെയുമല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം അതോടെ പറഞ്ഞു സാർ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ 3 ടേം തുടർച്ചയായി ഭരിക്കാൻ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് മാത്രമേ അവസരം കിട്ടിയുള്ളൂ. അതിന് ബാക്കിയുള്ളവർക്കൊക്കെ 2 ടേം കൊണ്ട് അവർ ഭരണം അവസാനിപ്പിക്കുന്നതാണ് സ്ഥിതി. അപ്പോൾ നെഹ്റുവിന് കിട്ടിയ പോലെ 3, അതിനപ്പുറത്തേക്ക് ഒരു ഗവൺമെന്റിനെയും ഒരു പാർട്ടിയെയും ഇന്ത്യൻ ജനത തുടർച്ചയായി ജയിപ്പിച്ച ചരിത്രമില്ല, അത് ജയിപ്പിക്കുകയുമില്ല. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് ഇന്ത്യൻ ജനതയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് 303-നെ 240 കുറച്ചത്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അതിലും ഒരുപാട് താഴേക്ക് പോകും, ഞങ്ങൾ ഒരുപാട് മുന്നിലേക്ക് വരും, ഞങ്ങൾ ഭരണത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് നമുക്കിപ്പം ഒരു ഡിബേറ്റിന് വേണ്ടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇതിന്റെ എന്താ പറഞ്ഞ വരുംവരായികളോ അല്ലെങ്കിൽ അവരുടെ ഭാഗവും ഞങ്ങളുടെ ഭാഗവും പ്രോസ് ആൻഡ് കോൺസ് നമുക്ക് ചർച്ച ചെയ്യാം. ആ ചർച്ച ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് ഏതായാലും 2024 മുതൽ 29 വരെയുള്ള BJPയുടെ ഭരണ കാലഘട്ടത്തിൽ ബഹുമാന്യായ ശ്രീപത്മനാഭൻ സാറിനെ പോലുള്ള ആളുകൾക്ക് സ്വപ്നം കാണുന്നതിന് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല. നിങ്ങളിങ്ങനെ ഭരണഘടന മാറ്റുമെന്നും എന്താ പറഞ്ഞ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ ഇതൊക്കെ കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണുന്നതിന് തടസ്സമില്ല. പക്ഷെ ഇപ്പോൾ അത് പ്രായോഗികമായി നടപ്പിലാകുകയില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കുന്ന ഉത്കണ്ഠ അത് ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ ഉത്കണ്ഠയാണ്. ആ ഉത്കണ്ഠ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഡോക്ടറെ, നേരത്തെ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ പറഞ്ഞു മാറ്റുവിൻ ചട്ടങ്ങളെയൊക്കെ മാറ്റണ്ടേ, ഇങ്ങനെ പോയാൽ മതിയോ ഡോക്ടറെ? മാത്രമല്ല ഈ സ്വേച്ഛാധിപതികളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു, താങ്കൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലുള്ള സ്ഥലത്ത് പ്രതിപക്ഷം ഉണ്ടോ? ഡോക്ടറെ, ലോക പൊളിറ്റിക്സിന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്? അതെ. അങ്ങനെയാണെങ്കിൽ അത് ചർച്ച ചെയ്യണ്ടേ? ഒരു പരീക്ഷണത്തിന്റെ ശാലയും കൂടെയാണേ ഇതൊരു പരീക്ഷണത്തിന്റെ ശാലയാണ്. അതായത് അത് സ്വേച്ഛാധിപതികൾ സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഉണ്ട്, അങ്ങനെ സ്വേച്ഛാധിപതികളായിട്ടുള്ള എല്ലാ സ്ഥലത്തും അങ്ങനെയൊന്നും അല്ല. അതവിടെ നിൽക്കട്ടെ. ഇതിനേക്കാളും നമ്മളിപ്പോൾ ചർച്ച ചെയ്തോണ്ടിരുന്നൊരു വിഷയം, ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് ലോക്കൽ പൊളിറ്റിക്സ് ഒന്നും അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പൊളിറ്റിക്സ് അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല ഇത്ര ഇലക്ഷൻ നടത്തുവാണെങ്കിൽ. രണ്ടാമത്തെ കാര്യം, ഇത്രയും വലിയ ലോജിസ്റ്റിക്സ് 90 മില്യൺ ആളുകൾക്ക് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുക എന്നൊക്കെ പറയുന്നത് അസംഭവനീയം എന്ന് വേണമെങ്കിൽ പറയാം. ചെയ്യാൻ പറ്റും, പക്ഷെ അതിനകത്തൊക്കെ നമുക്ക് സുതാര്യമായിട്ട്, അതായത് ബാലറ്റ് പേപ്പറിൽ എന്ന് നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഇത്തരം, അതായത് ഈ 100 ദിവസം കൊണ്ട് ഇത്രയും നടപ്പിലാക്കുക എന്ന് പറയുന്നത്, അത് മാത്രമല്ല ഇതിനു മുമ്പ് എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് ചർച്ചകൾ നടത്തണം, 47 രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചർച്ചകൾ നടത്തണം, അതിന് കൺസെൻസസ് ഉണ്ടാക്കണം, അതിനുശേഷമാണ് പാർലമെന്റ് ഇതിന്റെ ചർച്ച കൊണ്ടുവരേണ്ടത്. ഇതിനൊരു രീതി ഉണ്ടല്ലോ, ആ രീതിയൊന്നും ചെയ്യാതെ ഈ 11 മാസം ഇത് അടയിരുന്ന് വെച്ചുകൊണ്ടിരുന്നിട്ട് അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ ഒരു നയം നടപ്പിലാക്കുക എന്നൊക്കെ പറയുന്നതിന് യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാര്യം. നമ്മളുടെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വേച്ഛാധിപത്യത്തിന്റെ ഒരു പടവാൾ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. അത് ഏത് സമയത്തും
പൊട്ടി വീഴാം. അതായത് ഒരു മതരാഷ്ട്രമായി മാറുന്നതിന്റെ അതിലേക്കുള്ള ഒരു പ്രയാണത്തിന്റെ ഒരു ഏടാണ് ഇതെന്ന് എനിക്കതിനെ നോക്കി കാണാൻ പറ്റത്തുള്ളൂ. പ്രവചനാത്മകമായിട്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ആ പോക്കും, അങ്ങനെ തന്നെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈദ്ധാന്തിക വിഭാവനം ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ മുന്നണി സംവിധാനത്തിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രം തൽക്കാലമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് അവരുടെ പോളിസീസ് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ അത് മതരാഷ്ട്രവാദത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. അന്യമതസ്ഥരെ എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ ഉടനെ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ചേരുക. ഇതൊന്നും ചെലവാവില്ല ഡോക്ടറെ. ഇതൊക്കെ ഓരോരോ ഘട്ടങ്ങളിലും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇതിനകം തന്നെ. നിങ്ങൾ ഈ കാലഹരണപ്പെട്ട ഈ മുദ്രാവാക്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാതെ ഒന്ന് മാറ്റിപ്പിടിക്കുക. നമുക്ക് അവസാനിപ്പിക്കാം. അതുകൊണ്ടാണല്ലോ കാലഹരണം സുപ്രീം കോടതി ജഡ്ജിയുടെ വീട്ടിൽ പോയി നമ്മൾ പൂജ നടത്തുന്നത്. സുപ്രീം കോടതിയുടെ വീട്ടിൽ പോയി ഗണപതി പൂജ നടത്തുന്നത് കാലഹരണപ്പെട്ടതായതുകൊണ്ടാണല്ലോ. ഇഫ്താർ പാർട്ടിയിൽ മുൻ പ്രധാനമന്ത്രിമാർ പങ്കെടുത്തതൊക്കെ ഡോക്ടർ വായിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അന്നൊന്നും ഈ വിമർശനം ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നോ? ഗണേശ പൂജ വരുമ്പോഴാണ് പ്രശ്നം. ഇഫ്താർ പാർട്ടി ആകുമ്പോൾ കുഴപ്പമില്ല. ഡോക്ടറെ, ഡോക്ടറിൽ നിന്ന് ഇതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അല്ല, സുപ്രീം കോടതി ജഡ്ജിയുടെ പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി ജഡ്ജി പങ്കെടുത്തിട്ടുണ്ട്. മൻമോഹൻ സിംഗിന്റെ വീട്ടിൽ നടന്ന മൻമോഹൻ സിംഗിന്റെ വീട്ടിൽ നടന്ന ഇഫ്താർ പാർട്ടിയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ 2005 പങ്കെടുത്തിട്ടുണ്ട്. അന്ന് മതേതരത്വത്തിനൊന്നും പറ്റിയില്ല. അതെ, അത് കാരണം അത് ഇഫ്താർ പാർട്ടിയായിരുന്നു. യെസ്, എന്തായാലും ഒരു ഇഫ്താർ പാർട്ടിയാണ്. ഗണേശ് തിരിച്ചങ്ങോട്ടല്ല പോയത്. തിരിച്ചങ്ങോട്ടും പോവാ. ഐശ ഒരു ഗണേശോത്സവത്തിൽ പങ്കെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതാണ് പ്രശ്നം. ഇതാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്. ഈ ന്യായമാണ് പറയുന്നത്. അന്യമതസ്ഥരെ എല്ലാം പുച്ഛിക്കുന്ന ഈ ചിരി ഉണ്ടല്ലോ, ഇതാണ് പ്രശ്നം. അന്യമതസ്ഥരെ പുച്ഛിക്കുന്ന ഈ ചിരിയാണ് പ്രശ്നം. അന്യമതസ്ഥരുടെ വോട്ടുകൾ വാങ്ങിയിട്ടല്ലേ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയത് ഡോക്ടർ ജയരാജ്. യെസ്, എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. യെസ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ എതിർത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന കാണാൻ. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.